ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവിന്റെ ഒരു പ്രഖ്യാപനത്തിൽ നിന്നല്ല, മറിച്ച് കടലിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ അവരുടെ പ്രതീക്ഷകളിൽ നിന്ന് പിറന്ന ഒരു സ്കൂളിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നാലുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തിലെ കുട്ടികൾക്ക് ലോകത്തേക്കുള്ളൊരു പാലമായി മാറിയ ഒരു വിദ്യാലയം. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ കഥയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ഹമദാനിയ സ്കൂളിന്റെ 50 വർഷത്തെ യാത്രയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള വളരെ വിശദമായ ഒരു ലേഖനമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഈ കൊച്ചു തീരദേശ വിദ്യാലയം എങ്ങനെയാണ് ഒരു 50 കൊല്ലത്തോളം എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് മുന്നോട്ടു പോയതെന്നും ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് അവരെന്തൊക്കെ വലിയ സ്വപ്നങ്ങളാണ് കാണുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സ്കൂളിന്റെ മാത്രം കഥയല്ല. കേരളത്തിന്റെ വലിയ നവോത്ഥാന മുന്നേറ്റങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കാണാൻ പറ്റും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അയ്യങ്കാളിയെപ്പോലെയോ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു വലിയ നേതാവ് മുന്നിൽ നിന്ന് നയിച്ചൊരു സംഭവമല്ല ഇത്. അല്ല, മറിച്ച് ഒരു സമൂഹം ഒന്നടങ്കം താഴെത്തട്ടിൽ നിന്ന് ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്നതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണിത്. ഇവിടെ നായകനെന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ആ സമൂഹം മുഴുവനുമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ കൊളുത്തിയ ആ വിളക്കുകളാണ് കേരളത്തെ മാറ്റിമറിച്ചത്. എന്നാൽ ഹമദാനിയുടെ കഥ വ്യത്യസ്തമാകുന്നത് അതിന്റെ ഒരു തുടക്കത്തിലാണ്. ഇതിന്റെ സ്ഥാപകർ തിരമാലകളോട് മല്ലിട്ട് ജീവിക്കുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികളായിരുന്നു. 70കളിലെ ആ ഒരു സാമൂഹിക സാഹചര്യം നമ്മൾ ഓർക്കണം. അന്ന് അങ്ങനെ ഒരു സമൂഹം ഒരു സ്കൂൾ തുടങ്ങാൻ മുൻകൈയെടുക്കുന്നത് തന്നെ ഒരു വിപ്ലവകരമായ കാര്യമാണ്. അതെ, ആ ഒരു തുടക്കം തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ഒരു സ്വഭാവം നിർണ്ണയിക്കുന്നത്. 1976-ൽ ഈ സ്കൂളിന് തറക്കല്ലിട്ടപ്പോൾ അത് ആ നാട്ടുകാരുടെ സ്വപ്നങ്ങൾക്ക് കൂടിയാണ് അടിക്കറയിട്ടത്. ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നാലുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ പ്രദേശത്ത് നിന്ന് പുറത്തുപോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അത് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ പല മാതാപിതാക്കളും കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, സ്കൂളിൽ അയക്കാൻ മടിച്ചു. ശരിയാണ്. ആ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിനുള്ള മറുപടിയായിരുന്നു ഈ സ്കൂള്. അവരുടെ വീടിന്റെ മുറ്റത്ത് ഒരു വിദ്യാലയം ഒരുക്കുകയായിരുന്നു ആ സമൂഹം ചെയ്തത്. അതിൽ തന്നെ ആഴത്തിലുള്ളൊരു സാമൂഹിക ബോധമുണ്ടല്ലേ. വിദ്യാഭ്യാസം എന്നത് ദൂരെ എവിടെയോ പോയി നേടേണ്ട ഒന്നല്ല, അത് നമ്മുടെ വീട്ടുപടിക്കലെത്തണം എന്നൊരു തിരിച്ചറിവ്. അതിലും ഹൃദയസ്പർശിയായ മറ്റൊരു കാര്യം ലേഖനത്തിൽ പറയുന്നുണ്ട്. വീട്ടിൽ ദാരിദ്ര്യം കാരണം വിശന്നിരിക്കുന്ന കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കിയ അന്നത്തെ അധ്യാപകർ അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസയെടുത്ത് അവർക്ക് ഉച്ചയൂണ് വരെ കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ, അതെ, അത് വെറും ഒരു സ്കൂളല്ലേ? അല്ല. ആ സംഭവം തന്നെ ആ സ്കൂളിന്റെ ഒരു ആത്മാവിനെയാണ് വരച്ചു കാട്ടുന്നത്. ഒരു കുട്ടിയുടെ വിശക്കുന്ന വയറിനെ അവഗണിച്ച് അവന്റെ തലച്ചോറിനെ മാത്രം പരിഗണിക്കുന്ന ഒന്നല്ല വിദ്യാഭ്യാസമെന്ന തിരിച്ചറിവ്. ആ ഒരു അടിത്തറയുണ്ടല്ലോ, അതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. ലേഖനത്തിൽ പറയുന്നത് പോലെ ആ കരുത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഇപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ കാണുന്നത്. അതെ, അവിടെയാണ് ഈ കഥ ശരിക്കും ഒരു ആവേശകരമായ വഴിത്തിരിവിലെത്തുന്നത്. ഭൂതകാലത്തിന്റെ കരുത്തിൽ നിന്നുകൊണ്ട് അവർ ഭാവിയിലേക്ക് നോക്കുകയാണ്. 2030ഓടെ സ്കൂളിനെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന വിഷൻ 30, അങ്ങനെ ഒരു വലിയ പദ്ധതി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിന്റെ കാതൽ വളരെ ലളിതമാണ്, പക്ഷെ ഭയങ്കര ശക്തമാണ്. ലേഖനത്തിൽ പറയുന്നൊരു വാചകം എന്നെ വല്ലാതെ ആകർഷിച്ചു. ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്ത് വലിയ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ മുന്നിൽ നമ്മുടെ കുട്ടികൾ പകച്ചു നിൽക്കരുത്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ ഒരു വാചകം അതുതന്നെയാണ് അവരുടെ ലക്ഷ്യത്തിന്റെ ഒരു തീവ്രത കാണിക്കുന്നത്. ഇത് വെറുമൊരു അക്കാഡമിക് പദ്ധതിയല്ല, ഒരു കുട്ടിയുടെ ഒരു സമഗ്രമായ വളർച്ചയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷകളിലുള്ള പ്രാവീണ്യം, പിന്നെ എഴുതാനും ചിന്തിക്കാനുമുള്ള കഴിവ്, മാനസികാരോഗ്യം. അതെ, മാനസികാരോഗ്യം ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ, സ്പോർട്സ് പരിശീലനം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന്, പുതിയ കാലത്തോട് സംവദിക്കാൻ കഴിവുള്ള സ്മാർട്ട് അധ്യാപകരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ്. അധ്യാപകർ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ കുട്ടികൾ പിന്നോട്ടു പോകുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതോടൊപ്പം മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനവും. ഇത് വെറും സൗജന്യമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിനപ്പുറം ഒരു മുഴം മുമ്പേ തങ്ങളുടെ കുട്ടികളെ എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ്. ഈ പദ്ധതികളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്.
പക്ഷെ ഒരു സാധാരണ തീരദേശ ഗ്രാമത്തിലെ എയ്ഡഡ് സ്കൂളിന് ഇത്രയും വലിയ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള പണം, മറ്റു വിഭവങ്ങൾ അതൊക്കെ എവിടുന്ന് വരും? അതൊരു ചോദ്യമല്ലേ? ലേഖനത്തിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. വിഷൻ 30 എന്നത് വെറും കടലാസിലെ സ്വപ്നമല്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. അതാണ് അതിനുള്ള ഉത്തരം. ലേഖനം പറയുന്നത്, ഈ പദ്ധതിയുടെ ഭാഗമായി മാനേജ്മെന്റ് മുൻകൈയെടുത്ത് 10 ഹൈടെക് ക്ലാസ് മുറികളുള്ള പുതിയൊരു ഇരുനില കെട്ടിടം നിർമ്മിച്ചു നൽകിയെന്നാണ്. അത് പൂർണ്ണമായും മാനേജ്മെന്റിന്റെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. സർക്കാർ സഹായങ്ങൾക്ക് മാത്രം കാത്തുനിൽക്കാതെ സ്വന്തം സ്ഥാപനത്തെ വളർത്താൻ ഒരു സമൂഹം ഒന്നിച്ചു നിൽക്കുകയാണ്. അപ്പോ ആ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് അതുതന്നെയാണ് ഇപ്പോഴും അവരുടെ നട്ടെല്ല്. ഇതിനെ ഒരു വലിയ ചിത്രവുമായി ബന്ധിപ്പിക്കുമ്പോൾ അവരുടെ ചില പ്രവർത്തന രീതികൾ വളരെ സവിശേഷമായിട്ട് തോന്നും. ഉദാഹരണത്തിന്, ലേഖനത്തിൽ പറയുന്ന മെന്ററിംഗ് പദ്ധതി. ഓരോ അധ്യാപകനും 10 കുട്ടികളുടെ പ്രത്യേക ചുമതല, ഒരു രക്ഷിതാവിനെയും വഴികാട്ടിയും പോലെ. ഇത് കുട്ടികൾക്ക് വലിയൊരു മാനസിക പിന്തുണയാണ്. അവർ വ്യക്തിപരമായി മനസ്സിലാക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഒരു ടീച്ചർക്ക് 10 കുട്ടികളുടെ ചുമതല. അത് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രായോഗികമായി ഇത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ്. അധ്യാപകരുടെ അധിക ജോലിഭാരത്തെക്കുറിച്ച് ലേഖനത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ലേഖനം ആ വെല്ലുവിളിയെക്കുറിച്ച് നേരിട്ട് പറയുന്നില്ല, പക്ഷേ അതിന്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അടുത്തുള്ള വലിയ സ്കൂളുകളോട് മത്സരിച്ച് കലാശാസ്ത്രമേളകളിൽ ഈ കൊച്ചു സ്കൂളിന് സ്ഥിരമായി വിജയിക്കാൻ കഴിയുന്നതിന്റെ ഒരു പ്രധാന കാരണം ഒരുപക്ഷെ ഈ വ്യക്തിപരമായ ശ്രദ്ധയാവാം. ജോലിഭാരം എന്നതിലുപരി അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം ദൃഢമാകുമ്പോൾ ക്ലാസ് മുറിയിലെ പഠനവും അച്ചടക്കവുമൊക്കെ കൂടുതൽ എളുപ്പമാകും. ശരിയാണ്. ഒരുപക്ഷേ അത് അവരുടെ ജോലിഭാരം കുറയ്ക്കുകയായിരിക്കാം ചെയ്യുന്നത്. കുട്ടികൾക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും തുറന്നു പറയാൻ ഒരു അധ്യാപകൻ കൂടെയുണ്ടെന്ന് തോന്നൽ തന്നെ വലിയ കാര്യമാണ്. ശരിയാണ്. ആ ഒരു പേഴ്സണൽ ടച്ച് വളരെ പ്രധാനമാണ്. അതോടൊപ്പം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് സൈക്കിളുകളും പഠനോപകരണങ്ങളും സ്കോളർഷിപ്പുകളും ഒക്കെ നൽകുന്നുണ്ട്. വയറെരിയുന്നവന് പുസ്തകം തിരിയില്ലല്ലോ എന്ന ചിന്ത ഇപ്പോഴും അവർ മുറുകെ പിടിക്കുന്നു. ഇനി ലേഖനം വായിച്ചപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ശരിക്കും ഒന്ന് ഞെട്ടി. അവർക്ക് സ്വന്തമായൊരു പബ്ലിഷിംഗ് വിങ് ഉണ്ട്. സാധാരണ സ്കൂൾ മാഗസിൻ അല്ല, അധ്യാപകരുടെയും കുട്ടികളുടെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സംവിധാനം. ഇത് ശരിക്കും ഒരു അസാധാരണമായ കാര്യമാണ്. അതൊരു അസാധാരണമായ കാര്യം തന്നെയാണ്. ഇവിടെയാണ് ആ വലിയ ആശയം. അതായത്, ഒരു സമൂഹം അറിവിന്റെ ഉപഭോക്താക്കൾ മാത്രമല്ല, നിർമ്മാതാക്കൾ കൂടിയായി മാറുന്നു എന്നത്. കൂടുതൽ വ്യക്തമാകുന്നത്, ഹമദാനി ടൈംസ് എന്ന പേരിൽ കഴിഞ്ഞ 6 വർഷമായി കുട്ടികളൊരു പത്രം പുറത്തിറക്കുന്നു. 6 വർഷമായിട്ടോ? അതെ, കുട്ടികളുടെ എഴുത്തുകൾക്കും രക്ഷിതാക്കളുടെ എഴുത്തുകൾക്കുമായി പ്രത്യേക പതിപ്പുകളുമുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, വലിയ സ്കൂളുകളിലെ കുട്ടികൾ പത്രം വായിക്കാൻ പഠിക്കുമ്പോൾ ഈ തീരദേശ ഗ്രാമത്തിലെ കുട്ടികൾ പത്രം ഉണ്ടാക്കാൻ പഠിക്കുകയാണ്. അവർ വാർത്തകൾ വായിക്കുകയല്ല, വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. ആ പബ്ലിഷിംഗ് വിങ് കുട്ടികളുടെ പത്രത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് അതിലും വലിയ കാര്യം. അധ്യാപകരുടെ കവിതകളുടെ സമാഹാരമായ ക്ലാസ് മുറിയിലെ കാവ്യശില്പങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മലയാളം ടീച്ചർ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ കവിതകളാണെങ്കിൽ ആ ക്ലാസിന്റെ ഒരു ഫീൽ എന്തായിരിക്കും? പാഠപുസ്തകത്തിലെ നിർജീവമായ അക്ഷരങ്ങൾക്കപ്പുറം കവിത എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. അത് കുട്ടികൾക്ക് നൽകുന്ന ഒരു പ്രചോദനം, അത് വളരെ വലുതായിരിക്കും. തീർച്ചയായും. അതുമാത്രമല്ല, ഒരു മുൻ പ്രധാനാധ്യാപകനായിരുന്ന മൊയ്തീൻ മാഷിന്റെ ഓർമ്മക്കുറിപ്പ്, അമ്മയറിയരുത് അസംബ്ലിയിൽ പറയരുത് എന്ന പുസ്തകവും ഈ ലേഖനമെഴുതിയ അധ്യാപകന്റെ തന്നെ കവിതാസമാഹാരവും ഈ പബ്ലിഷിംഗ് വിങ്ങാണ് പുറത്തിറക്കിയത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അറിവ് പകർന്നു കൊടുക്കുന്നവർ എന്നതിനപ്പുറം അറിവ് നിർമ്മിക്കുന്നതിലും സർഗാത്മകമായി ഇടപെടുന്നതിലും പങ്കാളികളാകുന്ന അധ്യാപകരെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ആ സ്ഥാപനത്തിന്റെ ബൗദ്ധികമായ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കും. ഒരു സ്കൂള് സ്വന്തമായി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സാമ്പത്തിക വശം, അച്ചടി, ഇതൊക്കെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ലേഖനത്തിൽ സൂചനയുണ്ടോ? ലേഖനം അതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് ഒരുപാട് കടന്നു ചെല്ലുന്നില്ല. പക്ഷേ ഇത് വലിയ ലാഭമുണ്ടാക്കാനുള്ള ഒരു സംരംഭമായിട്ടല്ല അവർ കാണുന്നത് എന്ന് വ്യക്തമാണ്. ഒരു ചെറിയ ബഡ്ജറ്റിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെയായിരിക്കാം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനം അതല്ല. അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കാനും
അത് പ്രാവർത്തികമാക്കാനും അവർ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ടല്ലോ. ശരിയാണ്. അതാണ് ആ സമൂഹത്തിന്റെ കൂട്ടായ വിജയം. പ്രവർത്തനങ്ങൾ അവിടെയും തീരുന്നില്ല. എഴുത്തിന്റെ ലോകത്തുനിന്ന് അവർ ദൃശ്യമാധ്യമ രംഗത്തേക്കും ചുവടുവെച്ചു കഴിഞ്ഞു. ഹമദാനിയുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ കുട്ടി റിപ്പോർട്ടർ എന്ന പരിപാടിയിലൂടെ കുട്ടികൾക്ക് റിപ്പോർട്ടിംഗിൽ പരിശീലനം നൽകുന്നു. ഇത് അവരുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാനും ലോകത്തോട് സംസാരിക്കാൻ അവരെ പ്രാപ്തരാക്കാനും സഹായിക്കുന്നുണ്ട്. അതെ, ആധുനിക ടെക്നോളജിയെ അവരെത്രത്തോളം ക്രിയാത്മകമായി ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണത്. സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു പരിപാടിയെക്കുറിച്ച് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒരു റോബോട്ടിക് എക്സ്പോയും വർക്ക്ഷോപ്പും. അതെ, റോബോട്ടിക്സിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ലോകത്തേക്ക് ആ കുട്ടികളെ കൈപിടിച്ചുയർത്താനുള്ള ഒരു ശ്രമം. ഇത് വെറുമൊരു എക്സിബിഷൻ ആയിരുന്നില്ല. ലളിതമായ കോഡിംഗ് ഉപയോഗിച്ച് ചെറിയ റോബോട്ടുകളെ ചലിപ്പിക്കാനും ഒരു പ്രശ്നം പരിഹരിക്കാൻ അവയെ എങ്ങനെ ഉപയോഗിക്കാമെന്നും കുട്ടികൾ അവിടെ നിന്ന് പഠിച്ചു. നിർമ്മിത ബുദ്ധിയുടെ ആദ്യ പാഠങ്ങളിലേക്കുള്ള ഒരു പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ആയിരുന്നു അത്. അതിന്റെ ഫലം അവർക്ക് ഉടനെയായി ലഭിക്കുന്നുമുണ്ട്. 70 വിദ്യാലയങ്ങൾ പങ്കെടുത്ത ഉപജില്ലാ IT ശാസ്ത്രമേളയിൽ ഈ കൊച്ചു സ്കൂളിന് 3ാം സ്ഥാനം നേടാൻ കഴിഞ്ഞു. 3ാം സ്ഥാനമോ? അതെ, അതവരുടെ ദിശാബോധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതൊന്നും ഒറ്റപ്പെട്ട വിജയങ്ങളല്ല. കൃത്യമായൊരു കാഴ്ചപ്പാടിന്റെയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും സമൂഹത്തിന്റെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമാണിത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സമൂഹം നായകനാകുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണിത്. അപ്പോ ഒരു തീരദേശ സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യകതയിൽ നിന്ന് തുടങ്ങി അരനൂറ്റാണ്ട് പിന്നിട്ട് കൃത്യമായ ലക്ഷ്യത്തോടെ ഭാവിയെ നേരിടാൻ തയ്യാറെടുക്കുന്ന സാങ്കേതിക വിദ്യയെയും സർഗാത്മകതയെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഒരു നേർചിത്രമാണ് നമ്മളിവിടെ കണ്ടത്. തീർച്ചയായും ഈ കഥ നിങ്ങളോട് പറയുന്നത് ഒരു സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ശക്തിയെയും ദീർഘവീക്ഷണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചാണ്. മികച്ചതും ആധുനികവുമായ വിദ്യാഭ്യാസം എന്നത് വലിയ നഗരങ്ങളിലോ അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നവർക്കോ മാത്രം സാധ്യമാകുന്ന ഒന്നാണെന്ന ഒരു പൊതുവായ ധാരണയുണ്ടല്ലോ. ചോദ്യം ചെയ്യുന്നു, ഒരുമിച്ച് നിന്നാൽ, കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു തീരദേശ ഗ്രാമത്തിനു പോലും എന്തൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണിത്. വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകാൻ അധ്യാപകർ സ്വന്തമായി കവിതകളും ഓർമ്മക്കുറിപ്പുകളും പ്രസിദ്ധീകരിച്ചു എന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇത് നമ്മളെ ഒരു അവസാനത്തെ ചിന്തയിലേക്ക് നയിക്കുന്നു. അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: നിങ്ങളുടെ സ്കൂൾ ജീവിതത്തെ സ്വാധീനിച്ച ഏതെങ്കിലും അധ്യാപകനെ ഓർക്കുന്നുണ്ടോ? അവർ പാഠപുസ്തകത്തിനു പുറത്ത് നിങ്ങൾക്ക് എന്തു മാതൃകയാണ് നൽകിയത്? ഒരുപക്ഷേ ഹമദാനിയ സ്കൂൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എന്നത് പുസ്തകത്തിലെ അറിവിനപ്പുറം നമുക്ക് പ്രചോദനമാകുന്ന മനുഷ്യരിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന്.